എറണാകുളത്ത് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെയാണ് ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, എന്തായിരുന്നു ഈ സംഭവം? അതായത് തൂങ്ങി മരിച്ച നിലയിലാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. ആത്മഹത്യ എന്നാണോ പ്രാഥമിക നിഗമനം? മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ? അഭിലാഷ്, ഇതിൽ ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. തൂങ്ങി മരിച്ച നിലയിൽ ഫാം ഹൌസിൽ തന്നെയാണ് കണ്ടെത്തിയത്. ഡോക്ടർ ജോർജ് പി എബ്രഹാം ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടിയാണ് സഹോദരനൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്നത്. കുറച്ച് സമയത്തിന് ശേഷം സഹോദരനെ തിരികെ വീട്ടിലേക്ക് വിടുകയും ചെയ്തിരുന്നു. താൻ ഇവിടെ തുടരുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. പിന്നീടും കുറെ സമയത്തിന് ശേഷം അദ്ദേഹത്തെ ഫോൺ ലഭ്യമാകാതെ വന്നതോടുകൂടിയാണ് അന്വേഷണം നടത്തുകയും അവിടെ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്തത്. പോലീസ് ഇപ്പോൾ ഈ അസ്വാഭാവിക മരണം എന്ന രീതിയിൽ തന്നെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് വ്യക്തിപരമായ വിഷയങ്ങൾ, ചില ബുദ്ധിമുട്ടുകളാണ് ഈ രീതിയിലേക്ക് നീങ്ങിയത് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരം ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങൾ എന്ന രീതിയിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. എന്തായാലും ഈ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് വലിയ രീതിയിൽ ഇതെന്ത് എങ്ങനെയെന്ന് സംബന്ധിച്ച എല്ലാവരും തന്നെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തായാലും പോലീസ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ എന്ന് പറയുന്നത് സ്വകാര്യ വിഷയങ്ങൾ എന്ന് തന്നെയുള്ളൊരു സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭ്യമാകാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഡോക്ടർ വളരെ പ്രശസ്തനാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അടക്കം നേതൃത്വം നൽകിയവരിൽ ഒരാൾ ഡോക്ടറാണ്. ഡോക്ടർ ജോർജ് പി എബ്രഹാമാണ്. ഏതാണ്ട് 3000-ലധികം ശസ്ത്രക്രിയകൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ജീവിച്ചിരിക്കുന്ന ദാതാവിൽ നിന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പിക് വഴി ശസ്ത്രക്രിയ നടത്തിയ ലോകത്തിലെ തന്നെ 3ാമത്തെ ഒരു സർജനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കരുതപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ നിരവധിയായ ഈ അക്കാദമിക് രംഗത്തെ മികവുകൾ അദ്ദേഹത്തിനുണ്ട്. വളരെ അറിയപ്പെടുന്നതാണ്, രാജ്യത്തിനും പുറത്തുമെല്ലാമായിട്ട് അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. എന്തുകൊണ്ട് ഈ ഒരു ആത്മഹത്യ എന്നത് സംബന്ധിച്ച് എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ശ്രവിക്കുന്നത്. ഇതിൽ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പോലീസ് ഏതായാലും ഇക്കാര്യങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. മൃതദേഹം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ, ഇൻഫോ പാർക്കിന് സമീപമുള്ള പള്ളിയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പോലീസിന്റെ നടപടികളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളും അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വധശിക്ഷ റദ്ദ് ചെയ്തതിനു ശേഷം 9ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. കേസ് വിശദമായി പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ സിറ്റിംഗിൽ മാറ്റിവെച്ചത്. രാവിലെ 10-ന് പരിഗണിക്കുന്ന കേസ് റമദാൻ മാസത്തിന്റെ കൂടി സാഹചര്യത്തിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആണ് കുടുംബം. പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ്. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. ശശിനാരായണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, എന്തായിരുന്നു ഈ കൊലയിലേക്ക് നയിച്ച സാഹചര്യം? അഭിലാഷേ, ഇതിലേക്ക് കൊലപാതകവുമായി, ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ എഫ്ഐആറിലുള്ളത് ഈ വൈഷ്ണവിയും വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. ഈ വൈഷ്ണവി, ഭർത്താവ് ബൈജുവാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്, വൈഷ്ണവിയെയും വിഷ്ണുവിനെയും. വിഷ്ണു സുഹൃത്താണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണമായി പറയുന്നത് ചില സാമ്പത്തിക ഇടപാടുകൾ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അതേ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യത്തിലൊക്കെ ഭർത്താവ് ബൈജുവിന് ചില സംശയങ്ങൾ ഭാര്യയുടെ മേലുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമെന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ രണ്ടുപേരെയും, വൈഷ്ണവിയെയും വിഷ്ണുവിനെയും ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. അയൽവാസിയാണ് വിഷ്ണു, മരണമടഞ്ഞ വിഷ്ണു. ഇന്നലെ രാത്രി സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വീട്ടിലുണ്ടാവുന്നു. തുടർന്ന് വൈഷ്ണവി ഓടി ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക്, തൊട്ടടുത്ത അയൽവാസിയാണ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കൊടുവാളുമായി കൂടെ എത്തിയ ബൈജു
വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെയും എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഇത് പ്രധാനമായി ഇപ്പം പ്രധാനമായുള്ള കാര്യം ചില സാമ്പത്തിക തർക്കങ്ങൾ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അതായത് വൈഷ്ണവി വിഷ്ണുവിന് വീട് പണിയുന്നതിന് വേണ്ടി ചില ലോണുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരം ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ചില മോശപ്പെട്ട ബന്ധമായി ഭർത്താവ് ബൈജു സംശയിച്ചിരുന്നു. ആ സംശയമാണ് പിന്നീട് കൊലപാതകത്തിന് കാരണമായി മാറിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഈ വിഷ്ണുവും ബൈജുവും സുഹൃത്തുക്കളാണ്. അവരൊന്നിച്ച് കഴിഞ്ഞ ദിവസം പണിക്കും ജോലിക്കൊക്കെ പോയിട്ടുള്ളവരാണ്, സുഹൃത്തുക്കളുമാണ്, തൊട്ടടുത്ത വീടുകളാണ്. അതായത് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട് തൊട്ടടുത്ത ഈ ബൈജുവിന്റെയും വൈഷ്ണവിയുടെയും വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സുഹൃത്തുക്കളാണ്, ഇവർ ഒന്നിച്ച് ജോലിക്ക് പോകുന്ന ആളുകളാണ്. പക്ഷേ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ ഉണ്ടായിരുന്നു. അതിൽ ചില സംശയം ഭർത്താവ് നിലയ്ക്ക് ബൈജുവിനുണ്ട്. ആ സംശയത്തെ സംബന്ധിച്ച് ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും വഴക്കുണ്ടായി. ആ വഴക്കുണ്ടാകുന്ന സമയത്താണ് വൈഷ്ണവി വീട്ടിൽ നിന്നും ഓടി ഈ വിഷ്ണുവിന്റെ അടുത്ത് എത്തുകയും വിഷ്ണു അത് തടസ്സം പിടിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്തു. ആ തർക്കവും കാര്യങ്ങളുമാണ് ഈ വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്താനും ഒപ്പം വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്താനും ഉണ്ടായ കാരണമായി മാറിയത്. എന്തായാലും വൈഷ്ണവി സംഭവ സ്ഥലത്തും വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുമാണ് മരണമടഞ്ഞിട്ടുള്ളത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. വിഷ്ണു തന്നെയാണ് പോലീസിനെ വിളിച്ച് അറിയിക്കുകയും പോലീസ് വന്ന് വിഷ്ണു സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ബൈജു തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ പോലീസ് വരുമ്പോൾ തന്നെ ബൈജു സംഭവ സ്ഥലത്തുണ്ടായ ബൈജുവിനെ കൂടുതൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. കാരണം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമപ്രദേശമാണ്, പാടം എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടായാലേ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇടപെടലുകളോ മറ്റു കാര്യങ്ങളോ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും എഫ്ഐആറിൽ സൂചിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, സംശയങ്ങൾ ഭർത്താവിനുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്ന ചില സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു. ചില ലോഡുകൾ, വായ്പകളൊക്കെ വൈഷ്ണവി വിഷ്ണുവിന്റെ അടുത്ത് നൽകിയിരുന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കം, വീട്ടിൽ കുടുംബകലഹം ഉണ്ടായിരുന്നു. ബൈജു ഇത് ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് അത് കൊലപാതകത്തിലേക്ക് മാറുകയായിരുന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു രീതിയിലാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങളുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും സംസ്കാര നടപടികൾ പോവുക. കാര്യമായ വിവരങ്ങൾ കൂടി മറ്റെന്തെങ്കിലും സാധ്യതകൾ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. അഭിലാഷ്. ഒപ്പം പ്രദേശവാസികൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്നത് കൂടി നമുക്ക് കേൾക്കാം. ബൈജു അവരുടെ ഇതിലേ ഉള്ളൂ, അല്ലാതെ ഈ ബൈജുവും വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു തമ്മിൽ ഒന്നിച്ച് പണിക്ക് പോകുന്നു, വരുന്നു. അവർ കൂട്ടുകാർ തന്നെ, അവർ ഒന്നിച്ചാണ് പഠിച്ചതും, ഒരേ പ്രായക്കാരും അവർ രണ്ടുപേരും. അല്ല, പ്രായം അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഉള്ളവരല്ല. ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല. ഇവർ പണിയും കഴിഞ്ഞ് വന്ന് വെച്ച് എന്നെ വിളിച്ചറിയിക്കുന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-10:45 മണി ആയപ്പോഴായിരിക്കും ഇവരിവിടുന്ന് അവിടെ ചെന്നിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. ആ പയ്യൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഈ വഴക്കോ കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. കാര്യം ഇവിടെ വെച്ച് ബൈജുവും വിഷ്ണുയോ അവിടുമായിട്ട് വഴക്കുണ്ടായിട്ട് നമുക്കറിയത്തില്ല. കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ വന്നിട്ട് നമ്മൾ ആരോടും ചോദിച്ചും അറിയാൻ പറ്റുന്നൊരു മാർഗ്ഗമില്ല. ഈ 11 മണിക്ക് ആരോട് ചോദിച്ചറിയാൻ എന്തോ സംഭവിച്ചത്. പിന്നെ കണ്ടെന്ന് പറയുന്നത് ബൈജുവിൻ്റെ അമ്മയാണ്. അവർക്ക് ആ ചുറ്റുപാടിൽ നമ്മൾ എന്തോ അവരോട് ചോദിക്കാൻ പറ്റുന്നത്, എന്തോ അറിയാൻ പറ്റും. ഇല്ല അവരങ്ങനെ വഴക്കും കാര്യങ്ങളും ഒന്നുമില്ല. അവർ പറഞ്ഞില്ല, അവർ അന്ന് തൊട്ട് അവരൊന്നിച്ച് ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വരുന്ന ആൾക്കാരായി. അന്നും ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്നും അവർ പണിയും കഴിഞ്ഞ് രാത്രി 9 മണി എങ്ങാണ്ട് കഴിഞ്ഞാൽ റോഡിൽ നിന്ന് കയറി അവരെല്ലാം കൂടെ പോന്നിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഉള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതങ്ങനെ പല പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുമുണ്ട്. ഞാൻ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയതുമാണ്. എൻ്റെ മോളെ 2 പിള്ളേരെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ്
അവർക്ക് വേണ്ടപ്പെട്ടവരോട് വന്ന് കോൺഫറൻസിലൊക്കെ ആക്കി വീണ്ടും വന്നു. അത് കഴിഞ്ഞ് വീണ്ടും വഴക്കുണ്ടായിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് ഈ വഴക്കുണ്ടായേക്കുന്നതെല്ലാം ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും പറഞ്ഞാൽ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഇവിടുത്തെ അയൽക്കൂട്ടത്തിലെ പൈസ എടുത്തു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് രാത്രി അതൊരു 10-11 മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു. ഞാനിവിടെ വന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 10-15 പേര് അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് ഈ പൈസയ്ക്ക് ഇരിക്കുന്നിടത്ത് രാത്രിയിൽ അവരോട് എന്തോ മര്യാദയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 1,46,000 രൂപ നമ്മൾ കൊടുക്കാമെന്ന് ഏറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവള് എൻ്റെ ഭാര്യയെ കൊണ്ട് എൻ്റെ മോള് ലോൺ എടുപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ മക്കളുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ ഇവർ വഴക്ക് നടക്കുന്ന സമയത്ത്? ഇവർ വഴക്ക് നടക്കുമ്പോൾ പിള്ളേർ ഇവിടെ ഉണ്ട്. പിള്ളേർ ഉറങ്ങിക്കിടക്കുമോ? ഞങ്ങളിവിടെ വരുമ്പോൾ പിള്ളേർ ഉറങ്ങി. ഇവിടെ ആരുമില്ല, പിള്ളേർ 2 ഉള്ളൂ. വൈജുവും പിന്നെ എൻ്റെ മോളും പിള്ളേരും ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഉള്ളത്. വൈജുവിൻ്റെ തള്ള ഇവിടെ ഇല്ല, അവർ തിരുവനന്തപുരത്തും കണ്ട് പോയപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ ഇത് സംഭവം അറിഞ്ഞ് വരുമ്പോൾ ഈ പിള്ളേർ 2 തന്നെ ഇവിടെ ഉള്ളൂ. വൈജു വന്നേരം ഞങ്ങൾ വരുമ്പോൾ വൈജു അവിടെ ഇല്ല. സംഭവം കഴിഞ്ഞിട്ട് അന്ന് എവിടെ മാറിയൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഷാജി കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഷാജി, കുടുംബത്തിൻ്റെ തർക്കം അത് സാമ്പത്തികത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ തർക്കം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അവർക്കും വ്യക്തതയില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഹലോ ഷാജി, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. ഈ പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ ഈ സാമ്പത്തികമായ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും അതിൽ ഈ വിഷ്ണുവിനെ സഹായിച്ചതിന് എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഈ കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ തർക്കം എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കും അറിയില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഇതാണ് ഞങ്ങളെയും അലട്ടുന്ന ഒരു വിഷയമാണ്. രാവിലെ ഇത് കേട്ടപ്പോൾ തന്നെ, രാത്രി ഒരു 11:30 കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ നല്ല വിശ്വസിക്കാൻ പറ്റില്ല ഈ വിഷയം. പക്ഷെ ഇവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒന്നിച്ച് വരുന്നു, ഒന്നിച്ചൊരു ബൈക്കിൽ പോകുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഇവരുടെ എന്ത് സംഭവിച്ചെന്നും അറിയുന്നില്ല. അല്ല, ഇവരെ തമ്മിൽ ചെറിയ വൈഷ്ണവിയുടെ വൈഫ് ഫാദർ പറയുന്ന അനുസരിച്ച് ചെറിയ സാമ്പത്തിക വിഷയം, മൈക്രോ ഫിനാൻസുമായിട്ടുള്ള എടുത്തതും തമ്മിലുള്ള വിഷയങ്ങൾ വിഷ്ണു ബൈജുവിന് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവർ ഒന്നിച്ചുള്ള കൂട്ടുകാരല്ല, ഒരുമിച്ച് നടക്കുന്നവരാണ്. മിനിഞ്ഞാന്ന് പോലും അവർ ഒന്നിച്ച് വന്ന് കടയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പം ഇവരിടയിൽ ഇങ്ങനൊരു വിഷയം വരാൻ നമുക്ക് എന്തോന്നും അറിയില്ല കാരണങ്ങൾ. നല്ല വിഷമമുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി. രാവിലെ ഇപ്പൊ വാർത്തകളെല്ലാം കേൾക്കുന്ന ഇങ്ങനെയാണല്ലോ. വളരെ നന്ദി ഷാജി പ്രതികരിച്ചതിന്. എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, പോലീസ് സംഭവ സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ, ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? ഈ രണ്ടുപേരുടെയും മൃതദേഹം എവിടെയാണുള്ളത്? ഭർത്താവ് ബൈജു കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, 2 പേരുടെയും മൃതദേഹങ്ങൾ പത്തനം ജലാശയത്തിലാണുള്ളത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികൾക്കെല്ലാം അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് ജോലിക്ക് പോകുന്നവരാണ്, ഒരേപോലെ വരുന്ന ആളുകളാണ്. അത്തരത്തിൽ ഇവർ നേരിട്ടൊരു വഴക്കോ കാര്യങ്ങളോ ഈ പ്രദേശവാസികൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം വീട്ടിൽ നിരന്തരം ചില പ്രശ്നങ്ങൾ ഈ ബൈജുവും ഈ വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഈ വൈഷ്ണവിയുടെ പിതാവ് തന്നെ ഇത് പ്രശ്നം പരിഹരിക്കാൻ വീട്ടിലെത്തുകയും പിന്നീട് കുട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയും പിന്നീട് അത് പരിഹരിച്ച് വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാരണമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ചില സാമ്പത്തിക ഇടപാടുകളും നാം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ എഫ്ഐആർ പറയുന്ന ചില സംശയങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കൊലപാതകത്തിലേക്ക് പോയതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നാട്ടുകാർ അക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇവർ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് പഠിച്ചവരാണെന്നൊക്കെയാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് തീർച്ചയായും ഈ സാമ്പത്തിക ഇടപാട് ഇതിനകത്തുണ്ടായിട്ട് ചില കുടുംബശ്രീയുടെ ലോണുകളും കാര്യങ്ങളൊക്കെ ഈ വിഷ്ണു എടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീട്ടിൽ നിരന്തരം ഉണ്ടാകാറുണ്ട്. അത് ബൈജു ചോദ്യം ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അത് പലപ്പോഴും ആ തർക്കങ്ങളിലേക്ക് പോയിരുന്നു. ആ സമയങ്ങളിലൊക്കെ വൈഷ്ണവി വീട്ടിലേക്ക് പിന്നീട് വിഷ്ണുവിയുടെ പിതാവ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി പിന്നെ രമ്യമായി പരിഹരിച്ച് വീണ്ടും ഒന്നിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്, ഇന്നലെയും വഴക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ആ സമയത്താണ്
ഈ വൈഷ്ണവി ഓടി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം കൊടുവാളുകൊണ്ട് ഈ വൈഷ്ണവിയെ വെട്ടുന്നത്. അത് തടസ്സം പിടിക്കാൻ വിഷ്ണു എത്തുകയും വിഷ്ണുവിനെയും സ്ഥലത്ത് വെച്ച് വെട്ടുകയും ചെയ്തു. എന്തായാലും എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ബൈജുവിൽ നിന്ന് മൊഴിയെടുക്കുമ്പോഴായിരിക്കും, ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. താമരശ്ശേരി കൊലപാതക കേസിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നു. നേരത്തെ KSUവിന്റെയും MSFന്റെയും പ്രതിഷേധമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്. CV അനുമോദ് ഉണ്ട്. അനുമോദ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, 2 പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ഉള്ളിൽ പ്രവേശിച്ചു. അവരെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവരെ ഉള്ളിൽ നിന്നും പിടികൂടി പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വനിതാ പ്രവർത്തകയാണ്. അവരെ വനിതാ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മറ്റൊരു പ്രവർത്തകനെ ഉള്ളിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് MSFന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ പ്രതിഷേധിക്കാൻ ഇവിടെ എത്തിയത് കണ്ട് അവരെ മുൻകൂട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. വലിയ പ്രതിഷേധ സാധ്യതകൾ മുന്നിൽ കണ്ടു തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ 4 ചുറ്റിലും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. ഏത് വഴി വേണമെങ്കിലും പ്രതിഷേധക്കാർ ഉള്ളിൽ കയറുമെന്നതിനാൽ അത് മുൻകൂട്ടി കണ്ടുള്ള ഒരു നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അതും ഈ ജുവനൈൽ ജസ്റ്റിസ് കോമ്പൗണ്ടിന്റെ പ്രധാന പരിസരത്തേക്ക്, ഗേറ്റ് പരിസരത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധ പരമ്പരകൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭിലാഷ്. ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്നതിന് എതിരെ വലിയ പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരുന്നു. KSU പ്രവർത്തകർ എത്തിയിരുന്നു. അതോടൊപ്പം യൂത്ത് കോൺഗ്രസുകാർ മതിൽ ചാടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ വലിയൊരു പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ പുതുക്കാട് യുവതിയെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച 5-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 ദിവസത്തോളമാണ് യുവതിയെ തടങ്കലിലാക്കിയത്. ഭക്ഷണം നൽകാതെയും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ട യുവതിയെ മറ്റൊരു കേസ് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് കണ്ടെത്തിയത്. മനക്കൊടി സ്വദേശിനിയായ യുവതി മർദ്ദനമേറ്റ അവശനിലയിലായിരുന്നു. 2 യുവതികൾ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. കല്ലൂർ നായരങ്ങാടി സ്വദേശി ഗോപു എന്ന ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി അഭിനാഷ് പി, ശങ്കർ അളഗപ്പ നഗർ സ്വദേശി ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി അഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രതികൾ കോഫി ഷോപ്പിലെ ജീവനക്കാരായ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുളിനെ ആക്രമിക്കുകയും കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. പ്രതികളെ തിരഞ്ഞ കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറേക്കോട്ട അരണാട്ടുകര റോഡിൽ വെച്ച് കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് ദേഹോപദ്രവമേൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു.
യുവതിയുടെ 2.5 പവൻ വരുന്ന സ്വർണമാലയും 1.5 പവന്റെ വളയും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു. ഗോപകുമാർ പുതുക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. ജിതിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും ലഹരി മരുന്നുപയോഗിച്ചതിനും കേസുകളുണ്ട്. ന്യൂസ് 18 തൃശൂർ. രാവിലെ അവസാനിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഓസ്കാർ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നു. അനുജ എന്ന ചിത്രം ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ തള്ളപ്പെട്ടിരിക്കുന്നു. ഓസ്കാർ പുരസ്കാരം ഇല്ല എന്നുള്ളതാണ്. ഒപ്പം ഓസ്കാർ എന്നത് രാഷ്ട്രീയം കൂടി കലരുന്ന ഒന്നാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോഴിതാ മികച്ച സഹനടിയായി തെരഞ്ഞെടുക്കപ്പെട്ട സോയി സൽദായുടെ പ്രതികരണം, പുരസ്കാരവേദിയിലെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ അതിനിശിതമായി വിമർശിക്കുകയായിരുന്നു അവർ ചെയ്തത്. തൻ്റെ പൂർവികർ കുടിയേറ്റക്കാരാണ് എന്നും ഈ രാജ്യത്ത് കുടിയേറിയതിന് ശേഷം ആണ് തൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയുണ്ടായത്. ഈ അവാർഡും താൻ നേടുമ്പോൾ ഇനിയും കുടിയേറ്റക്കാരായിട്ടുള്ളവർ അവാർഡ് നേടും, താൻ അല്ല അവസാനത്തെ കുടിയേറ്റക്കാരി, ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങുന്ന അവസാനത്തെ കുടിയേറ്റക്കാരി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് ഓസ്കാർ വേദിയിൽ. രാവിലെ പൂർണ്ണമാകുന്നു. ഇനി ഇത് കണ്ടോ കാണാം.